എല്ലാവർക്കും നമസ്കാരം. പാചക കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മൈദ, ഡാൽഡ അല്ലെങ്കിൽ ബട്ടർ. ആദ്യം ഒരു പാനിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അതിനാദ്യം അടുപ്പ് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഇത് മൈദ ആയതുകൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇത് കുറച്ചുകൂടി തിക്കാവാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേഗം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളിത് ഈ പാനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് വീണ്ടും തിക്കാവും. അതുകൊണ്ട് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ആ സമയം കൊണ്ട് ഡാൽഡ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനൊരു ബൗളിലേക്ക് എടുത്തു വെച്ച് ഡാൽഡ ചേർക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾ ഡാൽഡയോ ബട്ടറോ എടുത്തോളൂ, പക്ഷേ അത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇതിന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മിക്സ് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾ പെട്ടെന്നൊരു കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ആരും വിഷമിക്കേണ്ട. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.